RSS സംഘപരിവാർ സംഘടനയുടെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള വിസിമാരും സെഷനുകളിൽ പങ്കെടുക്കുന്നു. കേരള സർവകലാശാല വിസി മോഹനൻ കുന്നുമൽ, കാലിക്കറ്റ് വിസി ഡോക്ടർ പി രവീന്ദ്രൻ, കണ്ണൂർ വിസി പ്രൊഫസർ ഡോക്ടർ കെ സജു, കുഫോസ് വിസി എ വിജയകുമാർ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. വിവരങ്ങൾ നൽകാൻ തിയോഫിനുണ്ട്. തിയോഫിൻ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. തീർച്ചയായും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കോൺക്ലേവ് ആണ് ഇത്. കൊച്ചിയിൽ നടത്താൻ ഒരുങ്ങുന്നതായുള്ള അറിയിപ്പ് കിട്ടിയത് മുതൽ തന്നെ CPIM ഉൾപ്പെടെയുള്ള പ്രമുഖ സംഘടനകളെല്ലാം ഇതിന്റെ ഒരു കാവ്യവൽക്കരണത്തിനുള്ള ലക്ഷ്യം അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സെമിനാർ ഇപ്പോൾ നടക്കുമ്പോൾ ഇന്ന് കൊച്ചിയിൽ അമൃത ആശുപത്രിയുടെ ഹാളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഹാളിൽ കേരളത്തിൽ നിന്നുള്ള സർവകലാശാലകൾ വിസിമാരും ഇതിൽ പങ്കെടുക്കുകയാണ്. കേരള സർവകലാശാല വിസി മോഹനൻ കുന്നുമൽ, കാലിക്കറ്റ് വിസി ഡോക്ടർ പി രവീന്ദ്രൻ, കണ്ണൂർ സർവകലാശാല വിസി പ്രൊഫസർ കെ ഷാജു, കുഫോസ് വിസി എ വിജയകുമാർ, ഇത്രയും പേരാണ് ഇവരൊക്കെ പങ്കെടുക്കുന്നത്. ഇതിൽ അതോടൊപ്പം മോഹനൻ കുന്നുമൽ, പി രവീന്ദ്രൻ, കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ, കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ, ഇവർ രണ്ടുപേരും ഇതിൽ അതിഥികളെ ഫെസിലിറ്റേഷൻ നടത്തുക. അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാന ഇവരുടെ സംഘപരിവാറിന്റെ തന്നെ ഗസ്റ്റുകളുണ്ട്, അവരെ ആദരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് ഈ സംഘപരിവാർ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ രാജ്യത്താകമാനം തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ളൊരു നീക്കമാണിത്. ഇതിന്റെ ഭാഗമായാണ് ഈ ഇത്തരത്തിലുള്ള കോൺക്ലേവുകളും സംഘടിപ്പിക്കുന്നത്. ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് അല്ലെങ്കിൽ നേരത്തെ സംസ്ഥാനത്ത് തന്നെ CPIM ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതിനനുസരിച്ച് തന്നെ അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ സെമിനാറുകളും പരിപാടികളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ രാജ്യത്താകമാനം തന്നെ ഒരു കാവ്യവൽക്കരണ വിദ്യാഭ്യാസ രംഗം നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.